എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 2 ഇന്ന് ആരംഭിക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം പ്രവ്രജന്തം അനുപേതമഭേദകൃത്യം ദ്വൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാദരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം കഥാമയും ഭാഗവതാഭിധാനാം. ഹരേ തനും തേ ചരിതേ ത്വദീയേ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജ. ഗണപതയേ നമഃ. സരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവത നവമസ്കന്ധ ദ്വിതീയോധ്യായ. ശ്രീശുക ഉവാച. ഏവം ഗതേധ സുദ്യുമ്നെ മനുർവൈവസ്വതേ സുതേ പുത്രകാമസ്തപസ്തേവേ യമുനായാം ശതം സമാ. സുതേ സുദ്യുമ്നെ, സുതനായ സുദ്യുമ്നൻ, ഏവം ഗതേ ഇപ്രകാരം ഗതനായപ്പോൾ, അഥ വൈവസ്വത മനു അനന്തരം വൈവസ്വത മനു പുത്രകാമ പുത്രന്മാരെ കാമിക്കുന്നവനായി ശതം സമാഹ 100 സംവത്സരം യമുനായാം യമുനയിൽ തപ ദേവേ തപസ്സു ചെയ്തു. ഈ 2ാമത്തെ അധ്യായത്തില് കരൂഷൻ മുതലായവരുടെ വംശത്തെ പറ്റി വർണ്ണിക്കുന്നു. ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, ഇങ്ങനെ പുത്രനായ സുദ്യുമ്നൻ കാട്ടിലേക്ക് പോയപ്പോ രാജാവില്ലാതെയായല്ലോ രാജ്യത്തിന്. അപ്പോൾ വൈവസ്വത മനു പുത്രന്മാരുണ്ടാവാൻ വേണ്ടിയിട്ട് വളരെ ഭക്തിയോടുകൂടി യമുനാതീരത്തില് 100 സംവത്സരം തപസ് ചെയ്തു. തതോ അയജന്മനുർദേവം അപത്യാർത്ഥം ഹരിം പ്രഭും ഇക്ഷ്വാകുപൂർവജാൻ പുത്രാൻ ലേഭേ സ്വസദൃശാൻ ദശ. തഥാ മനു അനന്തരം മനു പ്രഭും ദേവം ഹരിം എല്ലാറ്റിനും സമർത്ഥനും ദേവനുമായ ഹരിയെ അപത്യാർത്ഥം സന്താനലാഭത്തിനു വേണ്ടി അയജൽ യജിച്ചു. ഇക്ഷ്വാകുപൂർവജാൻ ഇക്ഷ്വാകു ആകുന്ന പൂർവജനോടുകൂടിയവരും സ്വസദൃശാൻ തനിക്ക് സദൃശന്മാരുമായ ദശപുത്രാൻ ലേഭി 10 പുത്രന്മാരെ ലഭിച്ചു. അപ്പൊ സുദ്യുമ്നൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തില് മനു എല്ലാം നൽകാൻ സമർത്ഥനായ ശ്രീഹരിയെ സന്താനലാഭത്തിനായി കൊണ്ട് പൂജിച്ചു. അപ്പോൾ തന്നോട് സദൃശന്മാരായ 10 പുത്രന്മാരുണ്ടായി. അവരിലെ മൂത്ത പുത്രനാണ് ഇക്ഷ്വാകു. പൃഷദ്രസ്തു മനോപുത്രോ ഗോപാലോ ഗുരുണാകൃത പാലയാമാസ ഗായത്തോ രാത്ര്യാം വീരാസനവ്രത. മനോപുത്ര പൃഷദ്രാതു മനുവിന്റെ പുത്രനായ പൃഷദ്രനാകട്ടെ
ഗുരുണാ ഗുരുവിനാൽ ഗോപാലകൃത പശുരക്ഷകനായി നിശ്ചയിക്കപ്പെട്ടു. രാത്രിയിൽ വീരാസനമാകുന്ന വ്രതത്തോടു കൂടിയവനും യത്ത സാവധാനനുമായിട്ട് ഗോക്കളെ പാലിച്ചു. മനുപുത്രന്മാരില് പൃഷധ്വന് സന്താനം ഉണ്ടായിട്ടില്ലെന്ന് കാണിക്കാൻ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുകയാണ്. മനുപുത്രനായ പൃഷധ്വനെ ഗുരു പശുക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഏർപ്പെടുത്തി. പശുപാലകനായിട്ട് അദ്ദേഹത്തിന് ഏർപ്പെടുത്തി. അദ്ദേഹം രാത്രി ഉറക്കൊഴിച്ചും വീരാസനത്തിലിരുന്നും കൊണ്ട് മനസ്സിരുത്തി പശുക്കളെ പുലികളൊന്നും പിടിക്കാതിരിക്കാൻ കൂടാതെ രക്ഷിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.